2 ശമൂവേൽ 9-ാം അധ്യായം 1 തുടങ്ങി 13 വരെയുള്ള വാക്യങ്ങളിൽ ശൗലിന്റെ കുടുംബത്തിൽ യോനാഥാൻ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിക്കുന്ന ദാവീദിനെ കാണുവാൻ കഴിയുന്നുണ്ട്. ലോദേബാർ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ശൗലിന്റെ കുടുംബത്തിലെ മെഫീബോശേത്തിനെ കൊട്ടാരത്തിലേക്ക് ദാവീദ് കൊണ്ടുവരികയാണ്. മെഫീബോശേത്തിനെ പറ്റി പറയുന്നത് അദ്ദേഹം മുടന്തനായ, കാലുകൾക്ക് സ്വാധീനമില്ലാത്ത മനുഷ്യനായിരുന്നു എന്നാണ്. എന്നാൽ ദാവീദ് സ്വന്തം മക്കളിൽ ഒരാളായി ഇദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. 2 ശമൂവേൽ 9-ാം അധ്യായം 4-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നത് ഈ മെഫീബോശേത്ത് താമസിച്ചിരുന്നത് ലോദേബാർ എന്ന സ്ഥലത്തായിരുന്നു എന്നാണ്. ലോദേബാർ എന്ന സ്ഥലത്തിന്റെ എന്ന പേരിന്റെ അർത്ഥം മേച്ചിൽ ഇല്ലാത്ത സ്ഥലം എന്നാണ്. മേച്ചിലില്ലാത്ത സ്ഥലത്ത് നിന്ന്, നന്മയില്ലാത്ത സ്ഥലത്ത് നിന്ന്, ദാരിദ്ര്യം അനുഭവിച്ച സ്ഥലത്ത് നിന്ന് രാജാവിന്റെ മേശയിൽ ഭക്ഷണം കഴിക്കുവാൻ തക്കവണ്ണം ചേർത്ത് പിടിക്കുന്ന ദാവീദിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നന്മയുടെ അനുഭവത്തിലേക്ക്, സുഭിക്ഷതയുടെ അനുഭവത്തിലേക്ക്, ശ്രേഷ്ഠമായ ജീവിത അനുഭവത്തിലേക്ക് മെഫീബോശേത്തിനെ ചേർത്ത് പിടിക്കുന്ന ദാവീദിനെ കാണുവാൻ കഴിയുന്നുണ്ട്. 2 ശമൂവേൽ 9-ാം അധ്യായം 8 ചത്ത നായി എന്ന് സ്വയം വിശേഷിപ്പിച്ച് ജീവിതത്തിലെ സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ പേര് ജീവിച്ചവൻ, രാജകൊട്ടാരത്തിൽ രാജകുമാരന്മാരിൽ ഒരുത്തനെ പോലെ സ്വീകരിക്കപ്പെട്ടത് ദാവീദ് ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ശ്രേഷ്ഠമായ ഒരു ക്രിസ്തീയ സ്വഭാവമാണിത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയണം. ദാരിദ്ര്യം അനുഭവിക്കുന്നവനെ, വേദന അനുഭവിക്കുന്നവനെ, ആരും സഹായിക്കുവാനില്ലാത്തവനെ, ഒറ്റപ്പെട്ടു പോയവനെ, തള്ളപ്പെട്ടവനെ ചേർത്ത് പിടിക്കുന്ന ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് പരസ്പരം ഭാരങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്.